ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നമ്മുടെ ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. 5-6 വലിയുള്ളി എടുത്തത് ഇതേപോലെ അരിഞ്ഞിട്ട് ഞാൻ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി വഴന്ന് വന്നതിന് ശേഷം മാത്രമേ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർക്കാറുള്ളൂ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വീണ്ടും ഇതേപോലെ മൂടി വെച്ച് വേവിക്കും കേട്ടോ. കാരണം നന്നായിട്ട് തന്നെ ഇത് വഴന്ന് കിട്ടണം നമുക്ക്. ഉള്ളി നല്ല ക്രീമായിട്ട് അല്ലെങ്കിൽ ഗ്രേവി ആയിട്ട് കിട്ടണം നമുക്ക്. അപ്പോൾ അതിലേക്ക് ഇനി അതൊക്കെ വെന്തതിന് ശേഷം ഞാൻ തക്കാളി കൂടി ഇട്ടിട്ടുണ്ട്. തക്കാളി ഞാനൊരു 4 എടുത്തു. നല്ല വലിയ തക്കാളി നമുക്ക് 4 ഇട്ടിട്ടുണ്ട്. അതും ഇതേപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം നമുക്ക്. നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ കണ്ടി തക്കാളിക്ക് നല്ല വെന്ത് ഉടഞ്ഞിട്ടില്ല ഉണ്ടാവുക. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളിയും ഒരുപാട് ഇടാറുണ്ട് കേട്ടോ ഞാൻ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്കുള്ള പൊടികളൊക്കെ ചേർക്കാൻ പോവുകയാണ് കേട്ടോ. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് വലിയ സ്പൂണിന് തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി അതൊരു 3 സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ബിരിയാണി മസാല ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഡബിൾ ഹോഴ്സിൻ്റെ ബിരിയാണി മസാലയാണ് ഇട്ടത്. സംഭവം അടിപൊളിയാട്ടോ എന്തായാലും. സാധാരണ ഞങ്ങൾ നമ്മുടെ സൂപ്പർ നോവയുടെ ബിരിയാണി മസാല ആയിട്ടോ വാങ്ങാറ്. ഈ പ്രാവശ്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ അത് കാണാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ബ്രാൻഡ് എടുത്തു എന്നേ ഉള്ളൂ. ഇടയ്ക്ക് നമ്മളിങ്ങനെ മസാലപ്പൊടികളൊക്കെ മാറ്റി ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്കപ്പോൾ തോന്നിയത്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും കഴിക്കുന്ന രുചിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം. പിന്നെ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിതാ ഇപ്പോൾ ചിക്കനും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കണം. തൈരൊക്കെ ഞാൻ 1/2 പാക്കറ്റ് തൈരൊക്കെ ഇതിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കാരണം തൈരിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കൻ വേവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. പിന്നെ നന്നായിട്ട് പുളിയും അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. ആ ഒരു ടേസ്റ്റ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ബിരിയാണിക്ക് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അങ്ങനെ തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ മല്ലിച്ചപ്പും പിന്നെ നമ്മുടെ പുതിനയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിനി റൈസൊക്കെ ഒന്ന് നോക്കണം. റൈസ് ഞാൻ ഓൾറെഡി ഇവിടെ എന്താക്കും വെച്ചാൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറാണ്. സാധാരണ ഞാൻ ചിക്കൻ വെന്തതിന് ശേഷം മസാലയൊക്കെ വെന്തതിന് ശേഷം റൈസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ദം പോലെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് തോന്നി വേണ്ട, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കാമെന്ന്. എപ്പോഴും ഒരേപോലെ വേണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആവട്ടെ വിചാരിച്ചിട്ട് നമ്മൾ മസാല വേറെയും അതുപോലെ തന്നെ നമ്മുടെ റൈസ് വേറെ തന്നെ